ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെഷൻ എന്ന് പറയുന്നത് റെസ്റ്റ് APIs ആണ്. റെസ്റ്റ് APIs എന്താണ്, അതുപോലെ അതിന്റെ യൂസസ് എവിടെയാണ് വരുന്നത്, പിന്നെ റെസ്റ്റ് APIsനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ റെസ്റ്റ് APIയുടെ ഇംപ്ലിമെന്റേഷൻ കാര്യങ്ങൾ എങ്ങനെയാണ് Node.jsൽ ചെയ്യാൻ പോകുന്നത്, എക്സ്പ്രസ്.jsന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ എങ്ങനെയാണ് Node.jsൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കും. അതിനുശേഷം റെസ്റ്റ് APIs നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ടൂൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇന്ന് റെസ്റ്റ് APIsന്റെ സെഷനിലൂടെ കവർ ചെയ്യുന്നതാണ്. ഓക്കെ, സോ റെസ്റ്റ് APIs എന്ന് പറയുമ്പോൾ റെസ്റ്റ് എന്ന ഒരു വേർഡിന്റെ മീനിങ് എന്താന്ന് പറഞ്ഞാൽ അതൊരു അക്രോണിമാണ്. റെപ്രസെന്റേഷണൽ സ്റ്റേറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നതിന്റെ ഒരു അക്രോണിമാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. നോർമലി റെസ്റ്റ് APIs എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. So the REST API is also known as RESTful API, which is an application programming interface. അല്ലെങ്കിൽ ഒരു API എന്ന് പറയും. API എന്ന് പറഞ്ഞാൽ application programming interface that allows for interaction with RESTful web services. അതായത് RESTful web servicesന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളിത് ഇതിനു മുമ്പത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് കൂടുതലും നമ്മൾ RESTful API അല്ലെ REST APIsലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ Node.js, express.js ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടെംപ്ലേറ്റിംഗ് എഞ്ചിൻ, ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു EJS എന്ന് പറയുന്ന ഒരു ടെംപ്ലേറ്റിംഗ് എഞ്ചിൻ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ഓരോ പേജസ് നമ്മൾ റെൻഡർ ചെയ്യുന്നത് ഈ EJS ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ ഡേറ്റ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു ഡേറ്റ എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നുണ്ട്, ഒരു ഇന്ററാക്ഷൻ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഈ റെസ്റ്റ് APIsഉം വേറൊരു രീതിയിൽ ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. So when a client request is made via a RESTful API, it transfers a representation of the state of the resource to the requester or endpoint. അതാണ് ഇതിന് റെസ്റ്റ് API എന്ന് പറയുക. റെസ്റ്റ് എന്ന് പറയുന്നതിന്റെ മീനിങ്, റെപ്രസെന്റേഷണൽ സ്റ്റേറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഒരു ക്ലയന്റ് റിക്വസ്റ്റ് RESTful API വഴി സംഭവിക്കുമ്പോൾ ഇറ്റ് ട്രാൻസ്ഫേഴ്സ് എ റെപ്രസെന്റേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ദ റിസോഴ്സ് ടു ദ റിക്വസ്റ്റ് ഓർ എൻഡ് പോയിന്റ് എന്നാണ് പറയുന്നത്. അതായത് എൻഡ് പോയിന്റിന്റെ ഒരു സ്റ്റേറ്റ്, എന്താണ് ആ ഒരു റിസോഴ്സിന്റെ സ്റ്റേറ്റ്, അതിന്റെ റെപ്രസെന്റേഷൻ ആണ് റെസ്പോൺസ് റിക്വസ്റ്റ് ചെയ്യുന്ന എൻഡ് പോയിന്റിലേക്ക് വരുന്നതെന്നാണ് അതിനെ കുറിച്ച് പറയുന്നത്. സോ ദിസ് ഇൻഫർമേഷൻ ഓർ റെപ്രസെന്റേഷൻ ഈസ് ഡെലിവേർഡ് ഇൻ വൺ ഓഫ് ദ സെവറൽ ഫോർമാറ്റ്സ് വയ HTTP ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിന് ഒന്ന് രണ്ട് ഫോർമാറ്റ്സ് അവൈലബിൾ ആണ്. നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് JSON, JavaScript ഒബ്ജക്ട് നൊട്ടേഷൻ, അതുപോലെ HTML, XLT, XML അല്ലെങ്കിൽ പൈത്തൺ, PHP, പ്ലെയിൻ ടെസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് കൊടുക്കാം. JSON ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ Node.jsൽ യൂസ് ചെയ്യുന്ന Node.jsനെ ബേസ് ചെയ്തിട്ട്, express.jsനെ ബേസ് ചെയ്തിട്ട് നമ്മൾ RESTful APIs ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് JSON ഫോർമാറ്റ് ആണ്. Then headers and parameters are also important in the HTTP methods of a RESTful API എന്ന് പറയാറുണ്ട്. അതായത് ഹെഡേഴ്സും പാരാമീറ്റേഴ്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് RESTful APIയിൽ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ മെറ്റ ഡേറ്റ, ഓതറൈസേഷൻ, അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. There are request headers and response headers, each with their own HTTP connection information and status code. Okay, ഓരോ റിക്വസ്റ്റ് ഹെഡേഴ്സ് ആൻഡ് റെസ്പോൺസ് ഹെഡേഴ്സിലും എന്താ പറയുക, നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കൂടുതലും നമ്മൾ പേജസ് റെൻഡർ ചെയ്ത് HTML പേജസ് അല്ലെങ്കിൽ ടെംപ്ലേറ്റ് പേജസ് റെൻഡർ ചെയ്ത സമയത്ത് നമ്മൾ കൂടുതൽ അവിടെ നമുക്കറിയാം 200 എന്നുള്ള കോഡ് അല്ലെങ്കിൽ 404 എന്നുള്ള കോഡൊക്കെയാണ് വരുന്നത്. RESTful APIsന്റെ ഇവിടെ ഈ കോഡുകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ കണക്ഷൻ ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കൂടുതൽ നമ്മളവിടെ 200 എന്ന് പറയുന്ന ഒരു കോഡ് നമ്മൾ കൂടുതൽ പേജസ് റെൻഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന 200 ആണ്. ഇവിടെ ചിലപ്പോൾ അത് 200 പകരം നമ്മൾ 201 എന്ന് പറയുന്ന കോഡായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കൂടുതലും സ്റ്റാറ്റസ് കോഡുകൾക്കും കണക്ഷൻ ഇൻഫർമേഷനും അതിൻ്റെതായിട്ടുള്ള പ്രയോറിറ്റി RESTful APIsൽ നമുക്കുണ്ട്. ഇനി ഇത് എവിടെയാണ് ഇത് കൂടുതലും യൂസ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് RESTful APIs, ഇപ്പൊ എന്തുകൊണ്ട് RESTful APIs എന്നുള്ളതൊക്കെ പറയുമ്പോൾ ഇത് എവിടെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ
മൊബൈൽ ആപ്ലിക്കേഷൻസ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്വിറ്റർ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു നോർമൽ വെബ് ആപ്ലിക്കേഷൻ Node.JS ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളതൊരു സെർവറിലാണ് റൺ ചെയ്യുന്നത്. നമ്മൾ ലോക്കൽ സെർവറിൽ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെർവറിൽ റൺ ചെയ്തതിന് ശേഷം ഒരു HTML പേജ് നമ്മളവിടെ റെൻഡർ ചെയ്യും. പക്ഷെ അത് ആ ഒരു സിനാരിയോ അല്ല മൊബൈൽ ആപ്ലിക്കേഷൻസിലേക്ക് വരുമ്പോൾ. അവിടെ HTML പേജ് അല്ല റെൻഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്മളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ കാണുന്ന വ്യൂ ഒന്നും കൂടുതലും HTML യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ആ ഒരു രീതിയിലല്ല അതിനെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമുക്ക് എപ്പോഴും ഒരു ഡേറ്റ ട്രാൻസ്ഫർ വേണം, ഡേറ്റ എക്സ്ചേഞ്ച് വേണം, ഡേറ്റ നമുക്ക് ഗെറ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാനുണ്ട്. അതായത് ഉദാഹരണം പറയുമ്പോൾ ട്വിറ്ററിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുന്നതിന് ഒരു പ്രോസസ് ഉണ്ട്, നമ്മുടെ ട്വിറ്റർ ഫീഡ്സ് കാണുന്നതിന് ഒരു പോസ്റ്റ്, ട്വീറ്റ് പോസ്റ്റ് ചെയ്യുന്നതിനൊരു രീതിയുണ്ട്, ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ സെർവറുമായിട്ട് അല്ലെങ്കിൽ ഡേറ്റാബേസുമായിട്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻസ് എല്ലാം RESTful APIs വെച്ചിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിംഗിൾ പേജ് വെബ് ആപ്സ് എന്ന് പറയും. സിംഗിൾ പേജ് വെബ് ആപ്സ് എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് ഇത്രേ ഉള്ളൂ. നമ്മളിപ്പം നമ്മൾ മിക്കപ്പോഴും Node.jsന്റെ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോം പേജ്, ബോർഡ് പേജ്, കോൺടാക്ട് പേജ് എന്നൊക്കെ പറഞ്ഞ് കുറേയധികം പേജസ് നമുക്ക് കാണാം. അപ്പൊ ഇതെല്ലാം ഓരോ ലിങ്കുകളായിരിക്കും. ഓരോ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുക, ആ പേജിന്റെ ടെംപ്ലേറ്റ് അവിടെ റെൻഡർ ആവുകയും ഓരോരോ പേജസ് ആണ് അവിടെ കാണുന്നത്. ഇപ്പൊ സിംഗിൾ പേജ് വെബ് ആപ്സ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ പേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ആ ഒരു പേജിന്റെ എവിടെയാണോ കണ്ടന്റ് ചേഞ്ച് ചെയ്യേണ്ടത് ആ കണ്ടന്റിനെ ഇവര് ചേഞ്ച് ചെയ്യാം. അങ്ങനത്തെ രീതിയിലേക്ക് നമുക്ക് വെബ് ആപ്ലിക്കേഷൻസിനെ ഡെവലപ്പ് ചെയ്യാം. അപ്പൊ അതിനെയൊക്കെയാണ് സിംഗിൾ പേജ് വെബ് ആപ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ AngularJS, React.js പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗിൾ പേജ് വെബ് ആപ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി സർവീസ് APIs, ഒരു എക്സാമ്പിൾ പറയുന്നത് ഗൂഗിൾ മാപ്സ് APIs ആണ്. അതായത് ഇപ്പൊ നമ്മൾ ഗൂഗിൾ മാപ്സിന്റെ ഒക്കെ APIs നമ്മുടെ വെബ് ആപ്ലിക്കേഷനിലോ മൊബൈൽ ആപ്ലിക്കേഷനിലോ ഒക്കെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ എല്ലാം റെസ്പോൺസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് JSON ഡേറ്റ ആണ്. അപ്പൊ അവിടെ എല്ലാം യൂസ് ചെയ്യുന്ന ഈ RESTful APIs ആണ് എന്നാണ് അതിന്റെ മീനിങ്. സോ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഏറ്റവും മേജർ ആയിട്ട് നമ്മൾ നമ്മുടെ RESTful APIs യൂസ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞ സെഷൻസിൽ കൂടുതൽ, അതായത് വെബ് ആപ്ലിക്കേഷൻസിന്റെ കേസിൽ വരുമ്പോൾ അവിടെ കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് ഗെറ്റ് റിക്വസ്റ്റ്, അതുപോലെ പോസ്റ്റ് റിക്വസ്റ്റ്, ഇതൊക്കെയാണ്. പക്ഷെ ഇവിടെ കുറച്ചും കൂടി മീനിങ് ആയിട്ടുള്ള രീതിയിൽ കുറേയധികം റിക്വസ്റ്റുകളും കാര്യങ്ങളും നമ്മളിവിടെ REST APIsന്റെ കേസിലേക്ക് വരുമ്പോൾ യൂസ് ചെയ്യും. അപ്പം ഇവിടെ ഒരു ടേബിൾ ആണ് കാണുന്നത്. ഇതിനകത്ത് പറയുന്നുണ്ട് ഗെറ്റ്, പോസ്റ്റ്, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അതല്ലാതെ പുട്ട്, ഡിലീറ്റ്, ട്രേസ്, ഓപ്ഷൻസ്, കണക്ട്, പാച്ച്, ഇങ്ങനെ അധികം കുറേയധികം HTTP മെത്തേഡ്സും കൂടി ഉണ്ട്. ഇതിൽ കുറേയൊക്കെ നമ്മൾ നമ്മുടെ വെബ് ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യും. സോ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഗെറ്റ് മെത്തേഡിന്റെ കാര്യം പറയാം. So get request is used to retrieve the data from the server accessed using a URL. അതായത് നമ്മളൊരു ഡേറ്റ ഒരു സെർവറിൽ നിന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഗെറ്റ് റിക്വസ്റ്റ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പല സിറ്റുവേഷൻസിൽ അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഗെറ്റ് റിക്വസ്റ്റ് ഈസ് റീഡ് ഓൺലി ടൈപ്പ്, അതായത് റീഡ് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഒരു ഡേറ്റ അപ്ഡേറ്റ് ചെയ്യാനോ സ്റ്റോർ ചെയ്യാനോ ഗെറ്റ് റിക്വസ്റ്റ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. ദെൻ ഇറ്റ് ക്യാൻ ബി കാഷ്ഡ് ആൻഡ് ക്യാൻ ബി സോർട്ടഡ് ഇൻ ബ്രൗസർ ഹിസ്റ്ററി. Then sensitive data should never be passed using the get method. Sensitive data ഒരിക്കലും പാസ് ചെയ്യാൻ പാടില്ല ഗെറ്റ് റിക്വസ്റ്റ് വഴി. പോസ്റ്റ് റിക്വസ്റ്റ് നമുക്കറിയാം. The post request method is used to send data to the server to create new resource എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പല കേസിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ചില കേസിൽ ഡിലീറ്റ് ചെയ്യാനൊക്കെ എപ്പോഴും നമ്മൾ പോസ്റ്റ് റിക്വസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പോസ്റ്റ് മെത്തേഡ്സ് send the data in plain text format and data is not visible in the URL. അതാണ് ഗെറ്റും പോസ്റ്റും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഗെറ്റ് റിക്വസ്റ്റ് ആണെങ്കിൽ അതിന്റെ പാരാമീറ്റേഴ്സും ഡേറ്റ എല്ലാം നമുക്ക് URL കാണാമെങ്കിൽ പോസ്റ്റ് റിക്വസ്റ്റിന്റെ കേസിൽ അങ്ങനെയല്ല, അത് നമുക്ക് കാണാൻ പറ്റില്ല. ദെൻ SSL സെക്യൂർഡ് കണക്ഷൻ പോലെയുള്ള HTTPS യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോസ്റ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എൻക്രിപ്റ്റഡ് ആയിരിക്കത്തില്ല, നോർമൽ ഒരു ഗെറ്റ് റിക്വസ്റ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. ദെൻ പോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നോൺ ഐഡംപൊട്ടന്റ് എന്നാണ് പറയുന്നത്. അതിന്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ ഐഡന്റിക്കൽ പോസ്റ്റ് റിക്വസ്റ്റ്, അതായത് ഒരേപോലത്തെ റിക്വസ്റ്റുകൾ മൾട്ടിപ്പിൾ ടൈംസ് പോവുകയാണെങ്കിൽ ക്രിയേറ്റ് സെയിം റിസോഴ്സ് മൾട്ടിപ്പിൾ ടൈംസ്, അതായത് അതേ റിസോഴ്സ് മൾട്ടിപ്പിൾ ടൈംസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളൊരു ആൽബം ക്രിയേറ്റ് ചെയ്യുവാണ്, ടൈറ്റിലും ഓതർ നെയിമും ഒരു കണ്ടന്റ് കൊടുത്തെന്ന് വിചാരിക്കുക. ഈ 3 കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളെ പേജ് റീലോഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, അതേ എൻട്രി
വീണ്ടും അവിടെ ക്രിയേറ്റ് ചെയ്യും. മൾട്ടിപ്പിൾ ടൈംസ് എത്ര തവണ നമ്മൾ ലോഡ് ചെയ്യുന്നോ അത്രയും തവണ അത് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതാണ് ഈ ഐഡംപൊട്ടന്റ് പ്രോപ്പർട്ടി നോൺ എന്ന് പറയുന്നത്. നോൺ ഐഡംപൊട്ടന്റ് ആണെന്ന് പറയുന്നത്. Then put method എന്ന് പറയുന്നത് is used to send the data to the server to update the already existing resource entirely. അപ്പൊ നമ്മളിവിടെ പല കേസസിലും നമ്മൾ എഡിറ്റ് എന്നുള്ള ഒരു പ്രോസസ്സിന് വേണ്ടി നമ്മൾ പോസ്റ്റ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പുട്ട് എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പുട്ട് ക്യാൻ ഓൾസോ ബി യൂസ് ടു ക്രിയേറ്റ് പോസ്റ്റ്, അതായത് പോസ്റ്റ് റിക്വസ്റ്റ് പോലെയുള്ള പോസ്റ്റ് റിക്വസ്റ്റിൽ വഴി നമ്മളൊരു എൻട്രി ക്രിയേറ്റ് ഒരു റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പുട്ട് റിക്വസ്റ്റും യൂസ് ചെയ്യാം. പക്ഷെ അവിടെ ഡിഫറൻസ് ഉണ്ട്. പുട്ട് എന്ന് പറയുന്നത് ഐഡംപൊട്ടന്റ് ആണ്. കാരണം ഒരേപോലത്തെ ഡേറ്റ വീണ്ടും നമ്മൾ സെയിം അപ്പോൾ ഒരു പുട്ട് മെത്തേഡ് വഴി നമ്മൾ ഡേറ്റ സേവ് ചെയ്ത് വീണ്ടും ആ ഒരു URL റീലോഡ് ചെയ്യുന്ന കേസിൽ സംഭവിക്കുന്നത് ആ ഒരു റിക്വസ്റ്റ് മൾട്ടിപ്പിൾ ടൈംസ് ക്രിയേറ്റ് ചെയ്യപ്പെടത്തില്ല എന്നുള്ളതാണ്. അതായത് മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ഒരേ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെയിം ഡേറ്റ തന്നെയായിരിക്കും എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് പുട്ട് മെത്തേഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പോസിറ്റീവ് ആയ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാമെങ്കിലും പുട്ടിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു മെയിൻ റീസൺ ഇതാണ്. ദെൻ ഡിലീറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ആസ് എ നെയിം സിംബലൈസസ് ദ ഡിലീറ്റ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഡിലീറ്റ് എ റിസോഴ്സ്. നമ്മൾ ചില കേസസിലൊക്കെ പോസ്റ്റ് മെത്തേഡ് തന്നെയാണ് ഡിലീറ്റിന് യൂസ് ചെയ്യുന്നതെങ്കിലും ഇവിടെ ഡിലീറ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഡിലീറ്റ് എന്നുള്ളൊരു മെത്തേഡ് നമുക്കുണ്ട്. ഡിലീറ്റ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇത് ഡിലീറ്റ് മെത്തേഡും ഐഡംപൊട്ടന്റ് ആണ്. മീനിങ് അതായത് ഇഫ് ഇറ്റ് ഈസ് റിമൂവ്ഡ് ആൻഡ് റിപ്പീറ്റഡ്ലി കോളിംഗ് ഡിലീറ്റ് ഓൺ ദാറ്റ് റിസോഴ്സ് എൻഡ്സ് ഓഫ് ദ സെയിം, ദ റിസോഴ്സ് ഈസ് ഡിലീറ്റഡ്. അത്രേ ഉള്ളൂ. അതായത് മൾട്ടിപ്പിൾ ടൈംസ് ചെയ്താലും സെയിം റിസോഴ്സിലേക്ക് തന്നെയാണ് ആ ഒരു ആക്ഷൻ പോകുന്നത്. ദെൻ ട്രേസ് എന്നുള്ളൊരു മെത്തേഡ്. ട്രേസ് മെത്തേഡ് പ്രൊവൈഡ് a debugging mechanism to the client by echoing the received request so that a client can see what additions or changes have been made by the intermediate servers. Okay, അതായത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന എന്താണോ റിക്വസ്റ്റ് ചെയ്യുന്നുള്ളതിനെ റിട്ടേൺ എക്കോ ചെയ്യുന്നതാണ് ട്രേസ് എന്നുള്ള മെത്തേഡ്. ദെൻ ഓപ്ഷൻസ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ discuss communication options for the target. It allows the client to find out HTTP methods and other options supported by a web server. ഒരു വെബ് സെർവറിൽ ഏതൊക്കെ HTTP മെത്തേഡ്സും ഓപ്ഷൻസും അവൈലബിൾ ആണെന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഓപ്ഷൻസ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദെൻ കണക്ട് എന്ന് പറയുന്നത് creates two-way communication with the requested resource. It can be used to open a TCP or IP tunnel, usually to facilitate SSL encrypted communication. അതായത് ഇതൊരു കൂടുതലും TCP IP ബേസ് ചെയ്തിട്ടുള്ള രീതിയിലൊരു 2-way കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് കണക്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദെൻ പാച്ച് എന്നുള്ള മെത്തേഡ്. സോ പാച്ച് മെത്തേഡ് യൂസ്ഡ് ടു പാർഷ്യലി അപ്ഡേറ്റ് എ റിസോഴ്സ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ HTTP put and patch method is that put method allows only a complete replacement of the resource. അതായത് പുട്ട് മെത്തേഡ് നമുക്കറിയാം ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡേറ്റ റിസോഴ്സിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പാച്ച് പാർഷ്യലി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ പുട്ടും പാച്ചും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പുട്ട് മെത്തേഡ് എൻറ്റയർലി ആ റിസോഴ്സിനെ റീപ്ലേസ് ചെയ്യും. പാച്ച് മെത്തേഡ് ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രമേ അവിടെ അപ്ഡേറ്റ് ചെയ്യത്തുള്ളൂ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേറ്റ മാത്രം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പാച്ച് മെത്തേഡ് യൂസ് ചെയ്യാം. ഓൾസോ പാച്ച് മെത്തേഡ് ഈസ് നോട്ട് ഐഡംപൊട്ടന്റ്. That is, multiple identical patch requests may have different effects. Multiple identical patch method എന്ന് പറയുന്നപ്പോഴും ഡിഫറെന്റ് ആയിട്ടുള്ള എഫക്ട്സ് ആയിരിക്കും അതിനുണ്ടായിരിക്കുന്നത്. ഇനി in order for an API to be considered RESTful, it has to conform to these criteria. അതായത് ഒരു API സിസ്റ്റത്തെ നമ്മൾ റെസ്റ്റ്ഫുൾ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ അവിടെ വാലിഡ് ആയിരിക്കണം. ഒന്ന്, a client server architecture made up of clients, servers and resources with requests managed through HTTP. അവിടെ ഒരു
ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ഉണ്ടാവണം. രണ്ടാമതൊരു സ്റ്റേറ്റ്ലെസ് ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ, മീനിങ് നോ ക്ലയന്റ് ഇൻഫർമേഷൻ ഈസ് സ്റ്റോർഡ് ബിറ്റ്വീൻ ഗെറ്റ് റിക്വസ്റ്റ് ആൻഡ് ഈച്ച് റിക്വസ്റ്റ് ഈസ് സെപ്പറേറ്റ് ആൻഡ് അൺകണക്റ്റഡ്. അതായത് ഒരു സ്റ്റേറ്റ്ലെസ് ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ വേണം. റിക്വസ്റ്റിന്റെ ഇടയ്ക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല ഈച്ച് റിക്വസ്റ്റ് ഈസ് സെപ്പറേറ്റ് ആൻഡ് അൺകണക്റ്റഡ്. ഓരോ റിക്വസ്റ്റും സെപ്പറേറ്റ് ആയിരിക്കണം, കണക്ഷൻ ഒന്നും ഉണ്ടാവാനും പാടില്ല. ക്യാഷബിൾ, അതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി, മൂന്നാമത്തെ ക്രൈറ്റീരിയ. ക്യാഷബിൾ ഡാറ്റ ദാറ്റ് സ്ട്രീംലൈൻസ് ക്ലയന്റ് സെർവർ ഇന്ററാക്ഷൻസ്. അത് ക്യാഷബിൾ ഡാറ്റ ആയിരിക്കണം. എ യൂണിഫോം ഇന്റർഫേസ് ബിറ്റ്വീൻ കോമ്പോണന്റ്സ് സോ ദാറ്റ് ഇൻഫർമേഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ എ സ്റ്റാൻഡേർഡ് ഫോം. അതായത് യൂണിഫോം ഇന്റർഫേസ് അവിടെ ഉണ്ടാവണം. നമ്മളിപ്പോൾ ജേസൺ ഡാറ്റ പോലത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് അതിന് ഡാറ്റ എക്സ്ചേഞ്ച് പറ്റണം. എ ലെയേർഡ് സിസ്റ്റം ദാറ്റ് ഓർഗനൈസസ് ഈച്ച് ടൈപ്പ് ഓഫ് സെർവർ ഇൻവോൾവ്ഡ് ദ retrieval of request information into hierarchies invisible to the client. ഇത്രേ ഉള്ളൂ. ലെയേർഡ് സിസ്റ്റം അവിടെ ഉണ്ടാവണം. ദാറ്റ് ഓർഗനൈസ് ഈച്ച് ടൈപ്പ് ഓഫ് സെർവർ ഇൻവോൾവ്ഡ് ദ റിട്രൈവൽ ഓഫ് റിക്വസ്റ്റഡ് ഇൻഫർമേഷൻ ഇൻ ടു ഹൈറാർക്കീസ് ഇൻവിസിബിൾ ടു ദ ക്ലയന്റ്. അവിടെ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു ലെയേർഡ് സിസ്റ്റം നമുക്ക് ഉണ്ടാവണം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിവിടെ ലോഡ് ബാലൻസിങ് അല്ലെങ്കിൽ സെക്യൂരിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു സെർവർ എപ്പോഴും ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു സെർവർ മാത്രമല്ല അവിടെ ഉണ്ടാവുന്ന, ലോഡ് ബാലൻസിങ് അല്ലെങ്കിൽ സെക്യൂരിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഉണ്ടാവും. അതെല്ലാം ഇൻവിസിബിൾ ആയിരിക്കണം. അങ്ങനെ ഒരു മൾട്ടി ലെയേർഡ് സിസ്റ്റം അവിടെ ഉണ്ടാവണം. പക്ഷെ അത് ഒരിക്കലും വിസിബിൾ ആവാൻ പാടില്ല. നമ്മളിപ്പോൾ ഒരു സെർവറിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ സെർവർ ഇൻഫർമേഷൻ മാത്രമാണ് വിസിബിൾ ആവാൻ പാടുള്ളൂ എന്നാണ് അതിന്റെ മെയിൻ. കോഡ് ഓൺ ഡിമാൻഡ് ഓപ്ഷണൽ ആയിട്ട് പറയുന്നതാണ് കോഡ് ഓൺ ഡിമാൻഡ്. The ability to send executable code from the server to the client when requested, extending client functionality. അതായത് the ability to send executable code from the server to the client. എക്സിക്യൂട്ടബിൾ കോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ റെസ്പോൺസ് ആയിട്ടൊക്കെ നമുക്ക് എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള കോഡ് നമ്മുടെ ക്ലയന്റ് സൈഡിലേക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഈ പറയുന്ന കോഡ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയയിൽ വരും. അതായത് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഡേറ്റ എക്സ്ചേഞ്ചിന് വരെ ഒരു കോഡ്, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കോഡ് നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. ഈ ഫ്ലിപ്കാർട്ട് പോലെയുള്ള ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ആമസോൺ പോലുള്ള മൊബൈൽ ആപ്ലിക്കേഷൻസിലൊക്കെ ചിലപ്പോൾ നമ്മൾ ആപ്പ് അപ്ഡേറ്റ് ചെയ്യാതെ തന്നെ ചില ആഡഡ് ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ വരുന്നത് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. സോ അതൊക്കെ ഈ കോഡ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്ന അതിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഓക്കെ, സോ അതാണ് നമ്മൾ റെസ്റ്റ്ഫുൾ APIsന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിന്റെ സെറ്റപ്പ് കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അടുത്ത സെഷനിൽ അതിന്റെ സെറ്റപ്പ് കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, നമുക്കതിൻ്റെ ഒരു ചെറിയൊരു API സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യും. താങ്ക് യു.